ഓണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ വെല്ലുവിളി കൂടിയാണ്. ഓണക്കാലത്താണ് ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ട സമയം. മാർക്കറ്റ് നോക്കണം, വില കൂടാതെ നോക്കണം, സബ്സിഡി ഐറ്റംസ് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും നോക്കണം, വലിയ പർച്ചേസ് നടക്കുന്ന സമയമാണ്. അതുപോലെ ഉത്സവ ഭത്ത കൊടുക്കണം. അതിന് മുൻപായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്ക് കുടിശ്ശിക, പെൻഷനുകളുടെ കുടിശ്ശിക ഉണ്ടാവും, വർദ്ധിപ്പിച്ച തുക കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരാഘോഷ പരിപാടിയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഓണം ഉണ്ടാകുന്നതിന് ഒരുപാട് ശ്രീമതി ടീച്ചർ കൂടിയുണ്ട്. വാ 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 ടീച്ചർ കൂടി വാ പ്ലീസ് വാ. നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട. വാമനൻ്റെ കാര്യവും മാവേലിയുടെ കാര്യവും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു ക്രോപ്പ് സീസൺ ഉണ്ടാവും. ഒരു കാർഷിക സമൂഹത്തിന് അവർ കഷ്ടപ്പെട്ട് ഒരു ദീർഘകാലം കഷ്ടപ്പെട്ട് നിലം കിളച്ച് വിത്തിറക്കി അത് കൊയ്തെടുക്കുന്ന ഒരു കാലമുണ്ടാവും. അതിനെല്ലായിടത്തും ഒരു ഉത്സവമാണ്. എല്ലാ കാലത്തും ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ മുതൽ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ടാവും അങ്ങനെ. ഇപ്പോൾ തക്കാളിയൊക്കെ കൊയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ക്രോപ്പ് സീസണിൽ ഒരു ഉത്സവം ഉണ്ടാവും. ഓണം അങ്ങനെ ഒരു ഉത്സവം കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രോപ്പ് സീസൺ കൂടിയാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല പ്രകൃതി കൂടി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർണ്ണാഭമായ കാഴ്ച കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികളുടെ മനസ്സ് നിറയുകയും സന്തോഷം കൊണ്ട് നിറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സമയമാണ്. നമുക്കെല്ലാവർക്കും ഓരോ സങ്കടങ്ങളുണ്ടാകും, ഓരോ കുടുംബങ്ങൾക്ക് ഓരോ പ്രയാസങ്ങളുണ്ടാകും. ആ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നുമെല്ലാം മാറി നിന്ന് എല്ലാവരും കൂട്ടായി സുഹൃത്തുക്കളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, മക്കളോടൊപ്പം എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ്. കേരളം മുഴുവൻ ഒരുമിച്ച് ചേരുന്ന, ജാതിമത ചിന്തകൾക്ക് അതീതമായി കേരളം മുഴുവൻ ഒരുമിച്ച് ചേരുന്ന ഒരു അസാമാന്യമായ ഒരു അസുലഭ സുന്ദരമായ ഒരു മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ഓണം. അത് ലോകത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കും. ഗൾഫിലൊക്കെ ഇടയ്ക്ക് കളിയാക്കി പറയും, ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-4 മാസം ആഘോഷം, അടുത്ത ക്രിസ്മസ് വരെ അവിടെ ആഘോഷമാണ് നിരന്തരമായി. ചിലപ്പോൾ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത് ഓണാഘോഷം ചിലപ്പോൾ നവംബറിലൊക്കെ പോകുമ്പോഴാണ് ഗൾഫിൽ പങ്കെടുക്കുന്നത്. മലയാളികളുടെ എല്ലാ സംഘടനകളും, ലോകത്തുള്ള എല്ലാ സംഘടനകളും ലോകത്തെ എല്ലായിടത്തും ആഘോഷിക്കും. കേരളത്തിന് പുറത്താണെങ്കിലും നാട്ടിലില്ല എന്നുള്ള സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കുടുംബങ്ങളോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നൊരു ആഘോഷ പരിപാടിയാണ്. നമുക്കിപ്പോൾ ഓണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ വെല്ലുവിളി കൂടിയാണ്. ഓണക്കാലത്താണ് ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ട സമയം. മാർക്കറ്റ് നോക്കണം, വില കൂടാതെ നോക്കണം, സബ്സിഡി ഐറ്റംസ് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും നോക്കണം, വലിയ പർച്ചേസ് നടക്കുന്ന സമയമാണ്. മാർക്കറ്റിൽ ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും, ആർട്ടിഫിഷ്യലായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. ഈ വിലക്കയറ്റത്തെ നിരീക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സബ്സിഡി ഐറ്റംസ് കൃത്യമായി എല്ലാ സ്റ്റോറുകളിൽ എത്തിക്കണം. ഇപ്പം നമ്മുടെ സപ്ലൈകോയും നമ്മുടെ കൺസ്യൂമർ ഫെഡും എല്ലാം നമ്മുടെ ഫീൽഡിലുണ്ട്. എല്ലായിടത്തും മാവേലി സ്റ്റോറുകൾ, നമ്മുടെ ഓണം സ്റ്റോറുകൾ നമ്മൾ എല്ലാ സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. പരമാവധി സാധനങ്ങൾ നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ ഉത്സവ ഭത്ത കൊടുക്കണം. അതിന് മുൻപായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്ക് കുടിശ്ശിക, പെൻഷനുകളുടെ കുടിശ്ശിക ഉണ്ടാവും, വർദ്ധിപ്പിച്ച തുക കൊടുക്കണം. അപ്പോൾ വലിയൊരു തുകയുടെ ബാധ്യതയൊക്കെ സർക്കാരിന് ഉണ്ടാവുമെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ അതെല്ലാം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഡൽഹിയിലെ ഓണം ആഘോഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.